അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ നൗസൂൻ്റെ BJPക്കുള്ള പോക്ക് ഗംഭീരയിക്കണം. സാനിയത്ത് സൂഫിയ ഏതായാലും BJPക്ക് എത്തിയെന്നാണല്ലോ കേട്ടത്. ഏതായാലും അതിൻ്റെ മുന്നേ വേറെ അവന് ഒരു വിഷയം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. പിന്നെ സുന്നി ഏതാണെന്നുള്ളത് കൂടി ഉസ്താദ് തന്നെ പറഞ്ഞോട്ടെ. ഷെയ്ഖ് സുന്നി ഏതാണെന്നുള്ളത് ഉസ്താദ് തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. ഷെയ്ഖ് എന്ന് പറയുന്നത് കുരുവട്ടൂരല്ലട്ടാ, ഷംസുൽ ഉലമ EK ഉസ്താദിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടാ. ഈ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാ ഞാൻ വേറെ തെറ്റി പറഞ്ഞത്. ഷംസുൽ ഉലമ തന്നെയാണോ പറയുന്നത്? ഈ ഷംസുൽ ഉലമ പറയട്ടെ. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം ഉണ്ടാവും. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് തിങ്കളാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതാണ്. നൗഷാദെ, വലിയ വലിയ പണ്ഡിതന്മാരെ ക്ലിപ്പിട്ടുകാണ്ട് വഷളാക്കരുത്. അവരൊന്നും വഷളാക്കരുത്. കാരണം അവർ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പല മോഡലിൽ സംസാരിച്ചതുണ്ടാവും. ആ സംസാരിച്ചതൊക്കെ ഇന്ന് ജനങ്ങളിലേക്ക് ഇടുമ്പോൾ അവർക്ക് അവരെ പറ്റിയിട്ട് മതിപ്പ് കുറയുകയാണ് ചെയ്യുക. അവരെ പറ്റിയിട്ട് മതിപ്പ് കുറയുക ചെയ്യുക. അത് മനസ്സിലാക്കണം. അപ്പോൾ സുന്നി ആരാണെന്ന് പറയുന്ന ആളുകളെ നിങ്ങളാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഓരോ തുണിയൊന്ന് പൊന്തിച്ചു നോക്കേണ്ടിയിരുന്നു. എന്നാൽ ഓരോ സുന്നത്ത് കഴിച്ചിട്ടുണ്ടാവൂല. ഷംസുൽ ഉലമ EK ഉസ്താദ് പറഞ്ഞ പറയണത് EK ഉസ്താദ് പറയുന്നതാണ് ഇപ്പോൾ ചട്ടുകണത്. എന്ത്? ഒരു സുന്നി ആണെങ്കിൽ ഓരോടുത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ തുണിയൊന്ന് പൊന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരത് സുന്നത്ത് കഴിച്ചിട്ടുണ്ടാവൂല. അതാണ് EK അബൂബക്കർ വലിയർ പറഞ്ഞത്. ഇപ്പോൾ ആ സംഭവം അത് ഒരു മനുഷ്യന്മാർ കേട്ട വലിയ രസമുള്ള പരിപാടിയാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ? എന്താപ്പാ പറഞ്ഞത്? എന്താണാ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഓരോ തുണിയൊന്ന് പൊന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സുന്നത്ത് കഴിച്ചിട്ടുണ്ടാവില്ല, ഒരു സുന്നിയല്ല. എന്നിട്ട് ഇതിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാനുള്ള പൊന്നാര കോന്താച്ച്. കാരണം പിന്നെ ഇപ്പോൾ ഷംസുൽ ഉലമ പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? ഓരോ തുണിയൊന്ന് പൊന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സുന്നത്ത് വെച്ചിട്ടുണ്ടാവില്ല. അതിനർത്ഥം സാമാനത്തിൻ്റെ തല വെട്ടിയിട്ടുണ്ടാവില്ല എന്നല്ലേ? എന്നാൽ ആ സംഭവത്തിൻ്റെ സുന്നത്താണത്. അത് ഇസ്ലാമിൽ സുന്നത്തായ കാര്യ? സുന്നത്താ നിർബന്ധ? ഫത്തുൽ മുഈനിൽ പറഞ്ഞേങ്ങായി യജുബുൽ ഖിതാനത്തു എന്നല്ലേ? ചേലാക്രമം ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞത് നിർബന്ധമല്ലേ? സാമാനത്തിൻ്റെ തലവെട്ടലിൻ്റെ വിധി എന്താ നടക്കുന്നത്? നമ്മളാ പിന്നെ കൈക്കലിൻ്റെ വിധി എന്താണ്? അത് വയജുബുൽ ഖിത്താനത്തു എന്നല്ലേ? നിർബന്ധമായ സംഗതിയല്ലേ? സുന്നത്ത് എന്നുള്ള സുന്നത്തല്യാണം എന്നുള്ള പേരിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇപ്പോൾ അവിടെ പറഞ്ഞ എന്താണ്? ഓനെ തുണിയൊന്ന് അയച്ചു നോക്കണം, തുണിയൊന്ന് മാടി നോക്കണം, എന്നാൽ പിന്നെ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടാവില്ല, സുന്നത്ത് വെച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ ക്ലിപ്പിച്ച് പലയോടത്തും ഇട്ടിട്ടുണ്ട്. നമ്മളത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ. എന്നിട്ട് അവരെ നമ്മൾ ഇതാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇത് വീണ്ടും അവരെ പറയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ഇടുകയാണ്. അതിൻ്റെ ശാപം എനിക്ക് എങ്ങനെയായാലും വരും, അത് വേറെ വിഷയം. കാരണം ഇജാണല്ലോ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. എന്നിട്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞ് നടക്കും ചെയ്യുക, തലക്കൊരു കുത്തും കൊടുക്കുക. അതാണ് അത് പറയേണ്ടതിന്റെ സാഹചര്യം. അന്ന് നോക്കുങ്ങൾ എത്ര പതിറ്റാണ്ട് മുമ്പാണ് EK ഉസ്താദ് പറയുന്നത്. അന്ന് പറയേണ്ടതിൻ്റെ സാഹചര്യം നോക്കൂ, എത്ര പതിറ്റാണ്ട് മുമ്പാണ് EK ഉസ്താദ് ഇത് പറയുന്നത്. എടാ പൊട്ട, ഇതൊക്കെ ജനങ്ങൾ ഇന്ന് പരിഹസിക്കണ വിഷയമാണ്. എന്താ ഇപ്പം ഈ പറയണത്? ഓരോ തുണിയൊന്ന് പോയി മാടി നോക്ക്,
ഓലെ സുന്നത്ത് തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല, പിന്നെന്ത് സുന്നീൻ. ഇതൊക്കെ പരസ്യമായിട്ട് ഒരു പ്രസംഗിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വാക്കുകളൊക്കെ എന്താ പറ്റി കരുതിയിരിക്കണത്? ഷംസുൽ ഉലമ EK ഉസ്താദിനെ സംബന്ധിച്ച് ഇന്ന് ഒരു വലിയൊരു മുജദ്ദിദാവാൻ കഴിവുള്ള ഒരാൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഷംസുൽ ഉലമയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് ഷംസുൽ ഉലമ എവിടെയെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞതൊക്കെ എടുത്തിടുന്ന് കാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് ജനങ്ങൾക്ക് മൂപ്പരയിൽ മതിപ്പില്ലാതാകുക. അനക്കോ ആരിലും മതിപ്പില്ല. കാരണം എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാവരും കീപ്പിട്ട് ഇടുക എന്നുള്ളതാണ്. അത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം അത്രേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ടുപോകും, ഒന്നിച്ച് കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പിന്നെ എൻ്റെ ലെവലിലല്ല എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യും, ജോലെ അങ്ങോട്ട് കൊച്ചാക്കും. കാരണം ഷംസുൽ ഉലമയെ പറ്റി എനിക്ക് എന്തോ തുലക്കെ അറിയാം. ഷംസുൽ ഉലമയുടെ ഖബറിനെ പറ്റി കഴിഞ്ഞ മാസമാണ് സിയാറത്ത് ചെയ്തതെന്ന് പറഞ്ഞാണ്ട് പിന്നെ എന്ത് ചെയ്തിരുന്നു, എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഞങ്ങളൊക്കെ ഷംസുൽ ഉലമയുടെ ഖബർ സിയാറത്ത് ചെയ്തെടുത്ത് 96 മുതൽ വഫാത്തായ അന്ന് മുതലേ തുടങ്ങിയതാണ്. ഷംസുൽ ഉലമ വഫാത്താണ് 96 മുതലേ ഞങ്ങളൊക്കെ സിയാറത്ത് ചെയ്യലുണ്ട്. ഞാനൊക്കെ പോക്കുണ്ട്. കൊല്ലത്തിലൊരിക്കെങ്കിലും ഷംസുൽ ഉലമൻ്റെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്ത് പോരലുണ്ട്. അത് നമ്മളെവിടെ നിൽക്കുന്ന വെച്ചാൽ അവിടെയുള്ള കുട്ടികളെയും മക്കളെയും എല്ലാവരെയും കൂട്ടി പോകാറുണ്ട്. അതല്ല എങ്കിൽ ഫാമിലി ആയിട്ടും പോകാറുണ്ട്. എന്നിട്ട് ഓൻ പറയും, അപ്പോൾ ഓൻ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസമായിട്ട് സിയാറത്ത് ചെയ്തത്. അപ്പോഴേ എനിക്ക് ഷംസുൽ ഉലമയെ മനസ്സിലായിട്ടുള്ളൂ അല്ലേ. എല്ലാത്ത മുതലനാണ് ഇതറിച്ച് അതിനൊക്കെ വളർത്താൻ പറ്റും. ഏതായാലും നല്ലോണം സൂക്ഷിച്ചോളും സുഹൃത്തുക്കളെ. ഇജാതി തലീകെട്ടുകാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ദുന്യാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. ആഖിറം മാത്രമല്ല, ദുന്യാവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത്ര മുസീബത്താണ് ഇതൊക്കെ. EK ഉസ്താദിന്റെ മൗലിദൊന്നും എടുത്തു നോക്കി നിങ്ങൾ, അതിന്റെ ഭംഗിയാണെങ്കിൽ. EK ഉസ്താദിൻ്റെ മൗലൂദും EK ഉസ്താദ് എഴുതിയ കിതാബും EK ഉസ്താദ് എഴുതിയ തഫ്സീറും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കണ്ടാത്ര കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മാസമായിട്ടല്ലേ കാണലെടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 96 മുതലേ കാണുന്നുണ്ട്. എനിക്ക് ജയിന് എവിടെയും ഒന്നും അല്ലാത്ത കോലത്തിൽ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഇപ്പോൾ ചൊറിഞ്ഞ് ചെയ്യാണ് നടക്കുകയുള്ളൂ. ഒരു ചൊറിഞ്ഞാണ് ഇപ്പോൾ നല്ല ഒപ്പളാത്ര കണ്ടത് മൗലൂദ്. പാകിസ്ഥാൻ്റെ മൗലൂദ് ഒന്ന് നോക്കി അതിൻ്റെ ഭംഗി എത്രയാണ് ഇപ്പോഴാണ് കാണുന്നതേ. കുറ്റം പറയാൻ വേണ്ടി കണ്ട് എന്തൊക്കെ ആരൊക്കെ പറയണമെന്നുള്ള തെർത്തീബാക്കണം. എല്ലാവരും പ്രസംഗം ഉണ്ടാവുമ്പോൾ പ്രസംഗത്തിനൊക്കെ ഹദീസും ആയത്തും അതുപോലെ എന്തൊക്കെയാണ് അവിടെ പാടേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ദീനീപരമായിക്കൊണ്ടാണ് തെർത്തീബാക്കൽ. ഇപ്പോൾ കുറ്റം പറയാൻ വേണ്ടി കണ്ട് എന്തൊക്കെ പറയണം, എന്തൊക്കെ ഗൈബത്ത് അവിടെ പറയണം, ആ ഗൈബത്തിൽ എന്തൊക്കെ ചേർക്കണം, അതിനുള്ള മരുന്നുണ്ടാക്കി കൊണ്ട് നടക്കുക. ഇങ്ങനത്തെ ആധുനിക ഇബിലീസുകൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉസ്താദ് നൗഷാദല്ലാതെ വേറെ ആരാ?